ഇതിനു വേണ്ടി തറ പണിയുമ്പോഴാണ് JCB അജീഷിനെതിരെ ആദ്യം വനം വകുപ്പ് കേസെടുക്കുന്നത്. കേസെടുക്കട്ടെ. നിയമം എല്ലാവർക്കുമുള്ളതാണ്, ഒരാൾക്ക് മാത്രമുള്ളതല്ല. നീതി നടപ്പിലാക്കേണ്ടതും അതുപോലെ തന്നെയാണ്. ഞാൻ പണി ചെയ്തതിൻ്റെ പേര് പിന്നീട് ഒരു വർഷം കഴിഞ്ഞിട്ട് വണ്ടി കൊണ്ട് എത്തിക്കണം. അത് ചുമ്മാ കൊണ്ടെത്തിച്ചല്ല, ഉള്ള ജോലി സംബന്ധം ഈ ഒരു കേസ് കിടക്കുന്നുണ്ട്. വണ്ടി കിട്ടിയാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ വണ്ടി കൊണ്ട് കൊടുത്താ. അതെ, അതാണ് ഈ പാപത്തിന് വിനയായത്. അധികാരികളെ വിശ്വസിച്ചതിലുള്ള പാകപ്പിഴവ് മാത്രമാണ് സംഭവിച്ചത്. കൊണ്ടിട്ട് കൊടുത്ത ഞാൻ ആരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞ വാക്കുകൾ അതേപടി സ്വീകരിച്ച് പാവം വെട്ടിലായി. അതായി എന്നിട്ടാ ഇന്ന് 5-4 അത് എന്ത് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് കൊണ്ടുവരാൻ പറയുന്നത്? സാറേ, എനിക്ക് മറ്റേ നിയമത്തിൻ്റെയോ എനിക്ക് വലിയ വിദ്യാഭ്യാസം, എനിക്ക് 10 ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ. വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരെ പട്ടാപ്പകൽ പറ്റിക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ ഈ പാവപ്പെട്ടവന്റെ കാര്യം പറയണോ? ഇടുക്കി കഞ്ഞിക്കുഴിയിൽ വനംവകുപ്പ് പിടിച്ചെടുത്ത മണ്ണുമാന്തി യന്ത്രം 5 വർഷമായിട്ട് വിട്ടുകൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ആദിവാസി യുവാവായ അജീഷ് പ്രതിഷേധിച്ചത് ഇന്നലെയാണ്. പ്രതിഷേധിച്ചെങ്കിലേ അധികാരികൾ കണ്ണു തുറക്കൂ എന്നായിട്ടുണ്ട്. ഒരു പാവപ്പെട്ടവന്റെ മണ്ണുമാന്തി യന്ത്രം പിടിച്ചുവച്ചിട്ട് 5 വർഷങ്ങൾ കഴിഞ്ഞു. നിരവധി തവണ അധികാരികളുമായി സംസാരിച്ചിട്ടും അദ്ദേഹത്തിന്റെ മണ്ണുമാന്തി യന്ത്രം വിട്ടുകൊടുക്കാൻ അധികാരികൾ തയ്യാറായില്ല. മണ്ണുമാന്തി യന്ത്രം വിട്ടുകിട്ടുന്ന കാര്യത്തിൽ ചൊവ്വാഴ്ച തീരുമാനം ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് അജീഷ്. അതെ, ഇന്നല്ലെങ്കിൽ നാളെ തന്റെ യന്ത്രം തിരിച്ചു കിട്ടുമെന്ന ഒരൊറ്റ വിശ്വാസത്തിന്റെ പേരിൽ തന്നെയാണ് അദ്ദേഹം ഇത്രയും നാൾ കഴിഞ്ഞത്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഉപജീവന മാർഗമായ യന്ത്രം കാട് പിടിച്ചു കിടന്നാൽ ആർക്കെങ്കിലും സഹിക്കുമോ? 700 രൂപ പിഴയടയ്ക്കാനുള്ള കുറ്റത്തിലാണ് 30 ലക്ഷം രൂപ വില മതിക്കുന്ന മണ്ണുമാന്തി യന്ത്രം വനംവകുപ്പ് പിടിച്ചെടുത്തത്. അനീതിയും അനാസ്ഥയും ഒരു ആദിവാസിയോട്. പരിസ്ഥിതിക്കോ വന്യജീവിക്കോ കോട്ടമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റത്തിൽ അനുബന്ധ ഉപകരണങ്ങളും വനംവകുപ്പിന് കസ്റ്റഡിയിലെടുക്കാം. പക്ഷെ അകാരണമായി കൂടുതൽ കാലം അത് കസ്റ്റഡിയിൽ വെക്കാൻ കഴിയില്ല. നാട്ടിലെ നിയമങ്ങൾ പലതാണ്, പക്ഷേ നിയമങ്ങൾ പാലിക്കാനാണ് ആളില്ലാത്തത്. എന്തുകൊണ്ടാണ് ഈ 5 വർഷമായി ഇദ്ദേഹത്തിന്റെ JCB വനംവകുപ്പിന്റെ കസ്റ്റഡിയിലായത്? അതിന് കാരണക്കാരനായ വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം. ഈ പാവത്തിന് നീതി ലഭ്യമാക്കണം. ഏതൊക്കെ വാതിലുകൾ മുട്ടി, എന്തുകൊണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന് നീതി കിട്ടിയില്ല? എന്താണ് പറയാനുള്ളത്? കേൾക്കട്ടെ. എന്തായാലും അയാൾ മുട്ടിയ വാതിലുകൾക്ക് കണക്കില്ല. വാതിൽ മുട്ടുക മാത്രമേ നടന്നിട്ടുള്ളൂ, തുറക്കപ്പെട്ടിട്ടില്ല. 2020 ഈ സംഭവം നടക്കുന്നത്. 2020 ഈ കഞ്ഞിക്കുഴിയുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ കൈവശമുള്ള ഭൂമി, അത് വനംവകുപ്പിന്റെ സ്ഥലം, ഇവിടെ ആൾക്കാരുടെ കൈവശമുണ്ട്. അവിടെ കെട്ടിടങ്ങളും വീടുകളും ഒക്കെ പണിതിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലം അനുവദിച്ച് കൂടുതൽ മറ്റേ സംഭവം എനിക്ക് അറിവും കാര്യമില്ല. എല്ലാം ഈ പേടിച്ചും ഒക്കെയാണ് നമ്മൾ ഓരോ വർക്കും കാര്യം ഈ നാട്ടിൽ ചെയ്യുന്നത്. ഒരു കുടുംബം പട്ടിണിയില്ലാതെ കഴിയാൻ എത്ര പേരുടെ കാല് പിടിക്കണം, എത്ര പേരെ ഭയക്കണം? പറഞ്ഞു, നീ എനിക്ക് വണ്ടി തന്നില്ല എങ്കിൽ ഈ നാട്ടിൽ ഒരു പണിക്കും നിന്റെ വണ്ടി പണിയാൻ സമ്മതിക്കുന്നില്ല പറഞ്ഞപ്പോ പാവത്തിന് വേറെ മാർഗമുണ്ടായി കാണില്ല. ഞാൻ വേറെ ഒന്നും എനിക്ക് ബന്ധങ്ങളും കാര്യങ്ങളുണ്ട്, ഞാൻ പേടിച്ചു പോയി സാറേ. അതെ, ആരും ചോദിക്കുവാനില്ലാത്തവരെ ഭയപ്പെടുത്താൻ എളുപ്പമാണല്ലോ. ഞാൻ പേടിച്ചു പോയി, സത്യമായിട്ടും പേടിച്ചു പോയി. അപ്പോൾ ഇനിയും നാളുകളിൽ എൻ്റെ പെണ്ണിനെയും പിള്ളേരെ എനിക്ക് നോക്കാനായിട്ട് എനിക്ക് വണ്ടി വേണമല്ലാന്ന് വണ്ടി കൊണ്ടു കൊടുത്ത ഇത് പറഞ്ഞു അവർക്കെന്ത് കുടുംബം, എന്ത് പട്ടിണി, എന്ത് ജീവിതം? 10 ദിവസം കഴിഞ്ഞ് എനിക്ക് വണ്ടി വിട്ടുതരാനാണ് പറഞ്ഞ വാക്ക് പാലിക്കാതെ പലതവണ പാവപ്പെട്ടവരെ പടികയറ്റുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവരുടെ വനംവകുപ്പിന് ഇട്ടേക്കുന്ന കുറ്റകൃത്യം 500 രൂപയ്ക്ക് വേണ്ടി എൻ്റെ 30 ലക്ഷം രൂപ വണ്ടി, ഞാൻ 30 ലക്ഷം രൂപ ഞാൻ കൊടുത്തിരുന്നേക്കുന്നതല്ല. ഞാൻ മറ്റുള്ള ഒരുത്തൻ്റെ പട്ടയ ജാമ്യം കാര്യം വെച്ച് എന്നെ കൊണ്ട് ഞാൻ സ്വരുക്കൂട്ടി, ഞാൻ വണ്ടി പഠിച്ചിട്ട് ഞാൻ സ്വരുക്കൂട്ടി വെച്ച തുക കാര്യം ചെയ്തിട്ട് ഞാൻ എടുത്ത വണ്ടിയാ. കഷ്ടപ്പെട്ടുണ്ടാക്കുന്നവർക്ക് കഷ്ടപ്പാടിൻ്റെ വേദനയറിയൂ. കൈക്കൂലി വാങ്ങി തിന്ന് വയറും വീർപ്പിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് എന്ത് അറിയാനാണ്? അല്ല, 30 ലക്ഷം രൂപ മുതലൊന്നല്ല, അതിന് CC ഇന്നും അടച്ചുകൊണ്ടിരിക്കുന്ന 49,951 രൂപ സാറേ. ഞാൻ എവിടെ നിന്നടയ്ക്കും ഇവന്മാര് കാണിക്കുന്ന ഈ തോന്നിയാസം കൊണ്ട്? പൊറുതിമുട്ടിയ ഒരുപാട് പാവപ്പെട്ടവർ ഈ നാട്ടിലുണ്ടെന്ന് അധികാരികളെയും വേണ്ടപ്പെട്ടവരെയും അറിയിക്കുക തന്നെ വേണം. ഞാൻ എവിടെയൊക്കെ പോയി ഇത് വിട്ടുകിട്ടാനായിട്ട് എന്തൊക്കെ ചെയ്തു തന്നിട്ട്? സാറേ, ഞാൻ എങ്ങോട്ട് പോകാനാ? എൻ്റെ കൂട്ടത്തിൽ ആരുമില്ല. ഇവര് തരും, എനിക്ക് തരാം. 5 വർഷം അത് കോഴിക്കും മാല ഇന്ന് വരും, നാളെ വരും, പാപ്പ അവിടെ നിന്ന് കിട്ടുമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ കാത്തിരിക്കുക. എന്തായാലും ഈ പാവത്തിൻ്റെ കാത്തിരിപ്പിന് ഒരു അന്ത്യമുണ്ടാകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പ്രതികരിക്കണമെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.